ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ നിന്ന് PSC ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എഫക്റ്റ് ഓൺ ദ ലീഡിംഗ് ഷൂ വെൻ ഇറ്റ് ഈസ് അപ്ലൈഡ് ടു എ ബ്രേക്ക് ഡ്രം വിച്ച് ഈസ് റൊട്ടേറ്റിംഗ് ഇൻ എ ഫോർവേഡ് ഡയറക്ഷൻ? ദ ഷൂ ഈസ് പുഷ്ഡ്. 4 ഓപ്ഷൻസ്. ഓപ്ഷൻ എ, എവേ ഫ്രം ദ ഡ്രം. ഓപ്ഷൻ ബി, ടുവേർഡ്സ് ദ ഹൈഡ്രോളിക് എക്സ്പാൻഡർ. ഓപ്ഷൻ സി, എവേ ഫ്രം ദ ആങ്കർ പിൻ. ഓപ്ഷൻ ഡി, ഹാർഡർ ഇൻ ടു കോണ്ടാക്ട് വിത്ത് ദ ഡ്രം. ഫോർവേഡ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബ്രേക്ക് ഡ്രമ്മിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ലീഡിംഗ് ഷൂവിൻ്റെ മേളിലുണ്ടാകുന്ന ബ്രേക്കിംഗ് ഇഫക്റ്റ്, അതാണ് ക്വസ്റ്റ്യൻ. ബ്രേക്കിങ്ങിൽ എന്താ ലീഡിംഗ് ഷൂ, എന്താണ് ട്രെയിലിംഗ് ഷൂ? ലീഡിംഗ് ഷൂ എന്താണെന്ന് വെച്ചാൽ ദ ഷൂ ദാറ്റ് മൂവ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ വെൻ ഇറ്റ് ഈസ് ബീയിങ് പ്രസ്ഡ് അഗെയിൻസ്റ്റ് ദ ഡ്രം. അതായത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബ്രേക്ക് ഡ്രമ്മിൻ്റെ റൊട്ടേഷൻ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഷൂവിനെയാണ് നമ്മൾ ലീഡിംഗ് ഷൂ എന്ന് പറയുന്നത്. ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബ്രേക്ക് ഡ്രമ്മിൻ്റെ റൊട്ടേഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഷൂവിനെയാണ് നമ്മൾ ട്രെയിലിംഗ് ഷൂ എന്ന് പറയുന്നത്. അത് ഈ ഫിഗർ നോക്കുക, ഇതൊരു സിംഗിൾ ലീഡിംഗ് ഷൂ ഡ്രം ബ്രേക്കാണ്, അല്ലെങ്കിൽ ലീഡിംഗ് ട്രെയിലിംഗ് ഡ്രം ബ്രേക്ക് എന്ന് പറയും. ഈ കാണിച്ചിരിക്കുന്നതാണ് ഈ ബ്രേക്ക് ഡ്രമ്മിൻ്റെ റൊട്ടേഷൻ്റെ ഡയറക്ഷൻ. ഈ കേസിൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വീൽ സിലിണ്ടറിൻ്റെ പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഷൂ മൂവ് ചെയ്യുന്നത് ഡ്രമ്മിൻ്റെ റൊട്ടേഷൻ്റെ സെയിം ഡയറക്ഷനിലും ഓപ്പോസിറ്റ് ഷൂ മൂവ് ചെയ്യുന്നത് ഡ്രമ്മിൻ്റെ റൊട്ടേഷന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലായിരിക്കും. ഇങ്ങനെ ഡ്രമ്മിൻ്റെ സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഷൂവിനെയാണ് നമ്മൾ ലീഡിംഗ് ഷൂ എന്ന് പറയുന്നത്. ഡ്രമ്മിന് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഷൂവിനെയാണ് നമ്മൾ ട്രെയിലിംഗ് ഷൂ എന്ന് പറയുന്നത്. ഈ ലീഡിംഗ് ഷൂ ഡ്രമ്മിൻ്റെ സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന് ഡ്രമ്മിൻ്റെ ഫ്രിക്ഷണൽ സർഫസിലേക്ക് ഡ്രാഗ് ചെയ്യപ്പെടുന്ന ഒരു എഫക്റ്റാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ അത് ഡ്രമ്മിൻ്റെ ഫ്രിക്ഷണൽ സർഫസിനോട് കൂടുതൽ ചേർന്നിരിക്കും. ഇതിനെയാണ് നമ്മൾ സെൽഫ് സെർവോ എഫക്റ്റ് അല്ലെങ്കിൽ സെൽഫ് അപ്ലൈയിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു അഡീഷണൽ ബ്രേക്കിംഗ് എഫക്റ്റ് ഈ റൊട്ടേഷൻ കാരണം കിട്ടും. ഡ്രമ്മിൻ്റെ റൊട്ടേഷൻ കാരണം ലീഡിംഗ് സ്ക്രൂ ഡ്രമ്മിനോട് കൂടുതൽ ചേർന്നിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ ബ്രേക്കിംഗ് എഫക്റ്റ് കിട്ടുന്നതിനെയാണ് നമ്മൾ സെൽഫ് സെർവോ എഫക്റ്റ് അല്ലെങ്കിൽ സെൽഫ് അപ്ലൈയിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതേസമയം ട്രെയിലിംഗ് ഷൂവിന് ഈ ഡ്രമ്മിൻ്റെ റൊട്ടേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് അത് ഡ്രമ്മിൻ്റെ ഫ്രിക്ഷണൽ സർഫസിൽ നിന്ന് ദൂരേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ട്രെയിലിംഗ് ഷൂ അപ്ലൈ ചെയ്യുന്ന ഫ്രിക്ഷണൽ എഫക്റ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ ലീഡിംഗ് ഷൂവിന് ഒരു സെൽഫ് സെർവോ എഫക്റ്റാണ് ഉണ്ടാവുക. അതായത് ഡ്രമ്മിൻ്റെ റൊട്ടേഷൻ കാരണം ഒരു അഡീഷണൽ ബ്രേക്കിംഗ് എഫക്റ്റ് ലീഡിംഗ് ഷൂവിൽ കിട്ടും. അതേസമയം ട്രെയിലിംഗ് ഷൂവിൽ ഡ്രമ്മിൻ്റെ സർഫസിൽ നിന്ന് ദൂരേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ആയതുകൊണ്ട് തന്നെ ബ്രേക്കിംഗ് എഫക്റ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഈ സിംഗിൾ ലീഡിംഗ് ഷൂ ബ്രേക്ക് സിസ്റ്റത്തിൽ വെഹിക്കിൾ റിവേഴ്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ഈ ലീഡിംഗ് ഷൂവും ട്രെയിലിംഗ് ഷൂവും പരസ്പരം സ്വിച്ച് ചെയ്യും. അതായത് വെഹിക്കിൾ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ലീഡിംഗ് ഷൂ ആയിട്ട് ആക്ട് ചെയ്യുന്ന ബ്രേക്ക് ഷൂ വെഹിക്കിൾ റിവേഴ്സ് മൂവ് ചെയ്യുമ്പോൾ ട്രെയിലിംഗ് ഷൂ ആയിട്ടാണ് ആക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ സിംഗിൾ ലീഡിംഗ് ഷൂ സിസ്റ്റം ഫോർവേഡ് ഡയറക്ഷനിലും റിവേഴ്സ് ഡയറക്ഷനിലും ഈക്വലി എഫക്റ്റീവ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഈ സിംഗിൾ ലീഡിംഗ് ഷൂ സിസ്റ്റം സാധാരണ റെയർ വീൽസിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ്, ടിൻ ലീഡിംഗ് ഷൂ ബ്രേക്ക് സിസ്റ്റം. ഇവിടെ 2 വീൽ സിലിണ്ടറാണ് യൂസ് ചെയ്യുന്നത്. 2 സിംഗിൾ പിസ്റ്റൺ വീൽ സിലിണ്ടർ. ഒരു വീൽ സിലിണ്ടർ ബാക്ക് പ്ലേറ്റിൻ്റെ ടോപ്പിലും ഒരെണ്ണം ബാക്ക് പ്ലേറ്റിൻ്റെ ബോട്ടത്തിലുമാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഓരോ വീൽ സിലിണ്ടർ ഓരോ ബ്രേക്ക് ഷൂവിനെയാണ് മൂവ് ചെയ്യുന്നത്. ഈ സിസ്റ്റത്തിൽ വീൽ സിലിണ്ടർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വെഹിക്കിൾ ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ അത് ബ്രേക്ക് ഷൂവിനെ ബ്രേക്ക് ഡ്രമ്മിൻ്റെ റൊട്ടേഷൻ്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അതായത് ബ്രേക്ക് ഡ്രമ്മിൻ്റെ ഫോർവേഡ് റൊട്ടേഷനിൽ 2 ബ്രേക്ക് ഷൂവും ലീഡിംഗ് ഷൂ കോൺഫിഗറേഷനിലായിരിക്കും. വെഹിക്കിൾ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുമ്പോൾ 2 ബ്രേക്ക് ഷൂവും ലീഡിംഗ് ഷൂ ആയതുകൊണ്ട് തന്നെ ഫോർവേഡ് മൂവ്മെൻറ്റിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ബ്രേക്കിംഗ് ഈ സിസ്റ്റത്തിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതേസമയം റിവേഴ്സ് ഡയറക്ഷനിൽ വരുമ്പോഴത്തേക്കും ഇവിടെ 2 ബ്രേക്ക് ഷൂ എന്താവും, ട്രെയിലിംഗ് ഷൂ ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ റിവേഴ്സ് ഡയറക്ഷനിൽ ബ്രേക്കിംഗ് എഫക്റ്റ് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. ഇത് സാധാരണ നമ്മൾ വെഹിക്കിളിൻ്റെ ഫ്രണ്ട് വീലിലാണ് ഫിക്സ് ചെയ്യുന്നത്. ഈ ബ്രേക്കിംഗ് സിസ്റ്റം ഫ്രണ്ട് വീലിലാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ബ്രേക്ക് ഡ്രം ഫോർവേഡ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ലീഡിംഗ് ഷൂവിൻ്റെ മേലിലുണ്ടാകുന്ന ബ്രേക്കിംഗ് എഫക്റ്റ് ആണ്. ആൻസർ, ഹാർഡർ ഇൻ ടു കോണ്ടാക്ട് വിത്ത് ദ ഡ്രം. Next question, as applied to the braking system, the term self-servo means that option A, vehicle is fitted with a vacuum device. Option B, trailing shoe is forced towards the drum. Option C, pedal force increases as the brake get hotter. Option D, rotation of the drum helps to apply the brake.
നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ സെൽഫ് സെർവോ എന്ന് വെച്ചാൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ഡി, റൊട്ടേഷൻ ഓഫ് ദ ഡ്രം ഹെൽപ്സ് ടു അപ്ലൈ ദ ബ്രേക്ക്. ബ്രേക്ക് ഡ്രമ്മിൻ്റെ റൊട്ടേഷൻ കാരണം ബ്രേക്കിങ്ങിൽ ഒരു അഡീഷണൽ ഹെൽപ്പ് കിട്ടുന്നതിനെയാണ് നമ്മൾ സെൽഫ് സെർവോ എഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി അഡ്വാൻറ്റേജ് ഓഫ് ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം? ഓപ്ഷൻ എ, ഇറ്റ് അലൗസ് യു ടു സ്റ്റോപ്പ് ഈസിയർ. ഓപ്ഷൻ ബി, ഇറ്റ് അലൗസ് യു ടു സ്റ്റിയർ വൈൽ ബ്രേക്കിംഗ്. ഓപ്ഷൻ സി, ഇറ്റ് പ്രിവെൻറ്റ് ലോക്കിംഗ്. ഓപ്ഷൻ ഡി, ഇറ്റ് മേക്സ് ലോക്കിംഗ് ഈസിയർ. ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ABS സിസ്റ്റത്തിൻ്റെ പ്രൈമറി അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി, ഇറ്റ് അലൗസ് യു ടു സ്റ്റിയർ വൈൽ ബ്രേക്കിംഗ്. ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ പ്രൈമറി അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എന്താണ് ആൻറ്റി ലോക്കിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം? നമുക്കറിയാം, നമ്മൾ സഡൻ ബ്രേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹെവി ബ്രേക്കിംഗ് ചെയ്യുമ്പോൾ എക്സസീവ് ബ്രേക്ക് പ്രഷർ കാരണം വെഹിക്കിൾസിൻ്റെ വീല് ലോക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ വീല് ലോക്കാവുമ്പോൾ വെഹിക്കിൾ സ്കിഡ് ചെയ്ത് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ഈ സ്കിഡിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. വീല് ലോക്കാകുന്നതുകൊണ്ടാണ് വെഹിക്കിൾ സ്കിഡ് ആകുന്നത്. അപ്പോൾ ഇങ്ങനെ ബ്രേക്കിങ്ങിൽ വീല് ലോക്കാവുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റമാണ് ABS. ABSൻ്റെ മെയിൻ പർപ്പസസ് ടു അലൗ ദ ഡ്രൈവർ ടു മെയിൻറ്റെയിൻ സ്റ്റിയറിംഗ് കൺട്രോൾ ടു ഷോർട്ടർ ദ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. ബ്രേക്കിങ്ങിൽ കൂടുതൽ സ്റ്റിയറിംഗ് കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രൈമറി പർപ്പസ്. അതുപോലെ തന്നെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഷോർട്ടൻ ചെയ്യുക. ABS ഇല്ലാത്ത സിസ്റ്റത്തിൽ വീല് ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെഹിക്കിൾ സ്കിഡ് ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു ഒബ്ജക്റ്റിൽ ക്രാഷ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് വെഹിക്കിളിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. അതേസമയം ABS യൂസ് ചെയ്യുമ്പോൾ വീല് ലോക്കാകാത്തതുകൊണ്ട് തന്നെ ബെറ്റർ സ്റ്റിയറിംഗ് കൺട്രോൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വെഹിക്കിൾസിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും ക്രാഷ് അവോയ്ഡ് ചെയ്യാനൊക്കെ കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിരിക്കും. ഒരു ABS സിസ്റ്റത്തിൻ്റെ മെയിൻ കമ്പോണൻസ് ഒരു ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്, സ്പീഡ് സെൻസേഴ്സ്, എല്ലാ വീലിലും ഫിക്സ് ചെയ്തിരിക്കുന്ന സ്പീഡ് സെൻസേഴ്സ്, ഹൈഡ്രോളിക് വാൽവ്സ്, ബ്രേക്കിംഗ് സർക്യൂട്ടിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഹൈഡ്രോളിക് വാൽവ്. ഇത്രയാണ് ABS സിസ്റ്റത്തിൻ്റെ മെയിൻ കമ്പോണൻസ്. ഇനി ഈ ABS സിസ്റ്റത്തിൻ്റെ വർക്കിംഗ്, ഈ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് എല്ലാ വീലിൻ്റെയും റൊട്ടേഷൻ സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യും. ഏതെങ്കിലും വീലിൻ്റെ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും വീലിൻ്റെ റൊട്ടേഷൻ സ്പീഡ് കമ്പാരിറ്റീവ്ലി സ്ലോവർ ആണെങ്കിൽ ആ വീലിലേക്കുള്ള കറസ്പോണ്ടിങ് ഹൈഡ്രോളിക് വാൽവ് ഓപ്പറേറ്റ് ചെയ്തിട്ട് ആ വീലിലേക്കുള്ള ഹൈഡ്രോളിക് ബ്രേക്ക് പ്രഷർ റെഡ്യൂസ് ചെയ്യും. ഇങ്ങനെയാണ് ABS സിസ്റ്റത്തിൽ വീല് ലോക്കാതെ ബ്രേക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ ABS സിസ്റ്റത്തിൻ്റെ മെയിൻ പർപ്പസ് ബെറ്റർ സ്റ്റിയറിംഗ് കൺട്രോളും ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രേക്ക് ഷൂസ് ആർ മെയ്ഡ് ഓഫ്. ഓപ്ഷൻ എ, പ്രസ്ഡ് സ്റ്റീൽ. ഓപ്ഷൻ ബി, കാസ്റ്റ് അലൂമിനിയം. ഓപ്ഷൻ സി, പ്ലാസ്റ്റിക് ഫൈബർ. ഓപ്ഷൻ ഡി, ഐദർ A or B. ബ്രേക്ക് ഷൂസ് പ്രസ്ഡ് സ്റ്റീൽ വെച്ചിട്ടും കാസ്റ്റ് അലൂമിനിയം വെച്ചിട്ടും മാനുഫാക്ചർ ചെയ്യാറുണ്ട്. ആൻസർ ഓപ്ഷൻ ഡി, ഐദർ A or B. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ജനറൽ ഇൻ ഓൾ വെഹിക്കിൾസ് പാർക്കിംഗ് ഓർ ഹാൻഡ് ബ്രേക്സ് ആർ. ഓപ്ഷൻസ് ഹൈഡ്രോളിക് ടൈപ്പ്, മെക്കാനിക്കൽ ടൈപ്പ്, വാക്വം ഓപ്പറേറ്റഡ്, എയർ ഓപ്പറേറ്റഡ്. നമ്മൾ സാധാരണ വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്ന പാർക്കിംഗ് ബ്രേക്സും അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്സും മെക്കാനിക്കൽ ടൈപ്സ് ബ്രേക്സ് ആണ്. ആൻസർ ഓപ്ഷൻ ബി. മെക്കാനിക്കൽ സിസ്റ്റത്തിൽ ബ്രേക്ക് പെഡലിൽ നിന്ന് അല്ലെങ്കിൽ ബ്രേക്ക് ലിവറിൽ നിന്നുള്ള ബ്രേക്ക് പ്രഷർ ബ്രേക്ക് ഡ്രമ്മിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് മെക്കാനിക്കൽ ലിങ്കേജസ് യൂസ് ചെയ്തിട്ടാണ്. റോഡ്സ് അല്ലെങ്കിൽ ഷാഫ്റ്റ്, കേബിൾസ് ഇതുപോലെയുള്ള മെക്കാനിക്കൽ മീൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രേക്ക് പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇനി ബ്രേക്ക് ഡ്രമ്മിൽ ബ്രേക്ക് ഷൂ എക്സ്പാൻഡ് ചെയ്യാൻ മെക്കാനിക്കൽ ബ്രേക്സിൽ യൂസ് ചെയ്യുന്നത് ക്യാംസ്, ലിവേഴ്സ് അല്ലെങ്കിൽ വെഡ്ജസ് ഒക്കെയാണ്. ഈ വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്ന പാർക്കിംഗ് ബ്രേക്സ് അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്സ് സാധാരണ മെക്കാനിക്കൽ ബ്രേക്സ് ആയിരിക്കും. ഇത് വെഹിക്കിൾസിൻ്റെ യൂഷ്വൽ ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റത്തിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഹൈഡ്രോളിക് സിസ്റ്റം ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്രേക്കിംഗ് സിസ്റ്റം വർക്ക് ചെയ്യും. 4 വീൽ വെഹിക്കിൾസിൽ അല്ലെങ്കിൽ കാർ പോലെയുള്ള വെഹിക്കിൾസിൽ യൂഷ്വൽ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ മെക്കാനിക്കൽ ബ്രേക്ക് സിസ്റ്റം വർക്ക് ചെയ്യും. അതായത് ഹാൻഡ് ബ്രേക്ക് അല്ലെങ്കിൽ പാർക്കിംഗ് ബ്രേക്ക് വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പാർക്കിംഗ് ബ്രേക്കിനെ നമ്മൾ എമർജൻസി ബ്രേക്കിംഗ് എന്നുകൂടി പറയാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാൻഡ് ബ്രേക്ക് യൂഷ്വലി ഓപ്പറേറ്റ്സ് ഓൺ. ഓപ്ഷൻ എ റെയർ വീൽ. ഓപ്ഷൻ ബി ഫ്രണ്ട് വീൽ. ഓപ്ഷൻ സി റൈറ്റ് വീൽ. ഓപ്ഷൻ ഡി ലെഫ്റ്റ് വീൽ. ഹാൻഡ് ബ്രേക്സ് സാധാരണ
നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് റെയർ വീൽസിലാണ്. ആൻസർ ഓപ്ഷൻ എ റെയർ വീൽ.